കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പിന്തുണ ഉറപ്പിക്കുന്നതിനുള്ള നേതാക്കളുടെ ചരടുവലികൾക്കിടെ KPCC ആസ്ഥാനത്ത് നിയുക്ത MLA-മാരുടെ നിർണായക യോഗം ചേരുകയാണ്. AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നു. പരിഗണിച്ചില്ലെങ്കിൽ ക്യാബിനറ്റിലേക്കില്ല എന്നതാണ് VD സതീശന്റെ നിലപാട്. MLA-മാരെ മാത്രം കേട്ടാൽ പോരെന്നും പൊതുവികാരം പരിഗണിക്കണമെന്നും AICC നിരീക്ഷകരെ സതീശൻ അറിയിച്ചതായാണ് വിവരം. MLA-മാരെ വെവ്വേറെ കാണണോ എന്ന് തീരുമാനിക്കുമെന്ന് AICC നിരീക്ഷകനായ അജയ് മാക്കാൻ പറഞ്ഞു. Yeah, we have come here to attend this meeting. Okay, will you be having an individual discussion or group discussion? Let us see what the MLAs want. അജയ് മാക്കന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നിരീക്ഷകരെ കണ്ട MP-മാരിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിന് ആണ്. ബെന്നി ബെഹനാൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ എന്നിവർ KC വേണുഗോപാലിനെ പിന്തുണച്ചു. ഹൈബി ഈഡന്റെ പിന്തുണ VD സതീശനാണ്. അലക്സറ മുഹമ്മദ്, എന്താണ് VD ക്യാമ്പിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ എന്നതിന്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നിയമസഭാ കക്ഷി യോഗം ചേരുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി R ശ്രീജിത്തും നമ്മളോടൊപ്പം ഉണ്ടാകും. അലക്സ, ഇത് തലയെണ്ണി തീരുമാനിക്കുക എന്നതാണല്ലോ സാധാരണ നിലയിൽ ഇപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ AICC-ക്ക് ചെയ്യാനുള്ളത്, ഹൈക്കമാൻഡിന് ചെയ്യാനുള്ളത്. 2 നിരീക്ഷകർ കേരളത്തിലുണ്ട്. അവിടെ VD സതീശൻ വിഭാഗം എന്നല്ല, VD സതീശൻ തന്നെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിലേക്ക് തന്നെ നോക്കണ്ട എന്നൊരു നിലപാട് ഈ നിരീക്ഷകരെ അറിയിച്ചതായി വിവരങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത്? VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തന്റെ അവകാശവാദവുമായി സമ്മർദ്ദം ചെലുത്തുകയാണോ? ഇതിൽ ഈ നിരീക്ഷകർ ഇപ്പോൾ MLA-മാരുമായുള്ള യോഗം പുരോഗമിക്കുകയാണ്. ആ യോഗത്തിൽ MLA-മാർ ആർക്കാണ് തങ്ങളുടെ പിന്തുണ എന്നുള്ള കാര്യം വ്യക്തമാക്കും. ഇതിൽ നേരത്തെ GK സൂചിപ്പിച്ചതുപോലെ ഇത് അവസാന സമയമാണ്. അതായത് ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് ഈ നിർണായക യോഗത്തിലാണ്. അതിന് തൊട്ട് മുമ്പ് ആക്ഷൻസ് എടുക്കണമെന്ന് നേതാക്കൾക്ക് കൃത്യമായി അറിയാം. ആ ആക്ഷനുകളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റായി ഉയർന്നു വന്നത് ഈ ഗ്രൂപ്പ് മാനേജർമാർ ഈ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന പരക്കം പാച്ചിലുകളായിരുന്നു. അങ്ങനെ MLA-മാരുടെ ബഹുഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ KC വേണുഗോപാൽ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ KC വേണുഗോപാൽ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് പിടിമുറുക്കുന്നു എന്ന വിവരം ഏറെക്കുറെ പ്രചരിച്ചതിന് പിന്നാലെയാണ് VD സതീശൻ ക്യാമ്പ് ഉണർന്നത്. VD സതീശൻ തന്റെ നിലപാട് കൃത്യമായി AICC നിരീക്ഷകരെ അറിയിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് അദ്ദേഹം അവർ താമസിക്കുന്ന ഹോട്ടലിലെത്തി AICC നിരീക്ഷകരായ അജയ് മാക്കിനെയും മുകുൾ വാസ്നിക്കിനെയും കണ്ടിരുന്നു. അവിടെ VD സതീശൻ പക്ഷമെടുത്ത നിലപാട്, VD സതീശൻ എടുത്ത നിലപാട് MLA-മാരുടെ മാത്രം അഭിപ്രായം കേട്ടാൽ പോരാ. അത് VD സതീശൻ ഇപ്പോൾ മാത്രം പറയുന്നതല്ല, വളരെ നേരത്തെ തന്നെ പറയുന്നുണ്ട്. കാരണം KC വേണുഗോപാലിനാണ് അതിൽ അപ്രമാദിത്വമെന്ന ഉറപ്പാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ VD സതീശൻ നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായം ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കാണുന്നത്. ചാണ്ടി ഉമ്മനോട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. GK, എന്താണെങ്കിലും ഇതിൽ VD സതീശൻ നേരത്തെ തന്നെ ഈ അപകടം നടത്തുകൊണ്ട് No, I don't want to comment anything because whatever decision I have to say, I have said my leadership. My leadership will take the decision at the right time. One-to-one discussion also is happening? Yes. Okay. Thank you. ഡോർ ടു ഡോർ ഡിസ്കഷനാണ് നടക്കുന്നത് എന്നാണല്ലോ അലക്സറ മുഹമ്മദ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓരോരോ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാണ് അവരാരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം നിരീക്ഷക സംഘം ചോദിച്ചറിയുന്നത്. ഇനിയൊരു കാര്യം പറയാനുള്ളത്, അലക്സ്, VD സതീശൻ പക്ഷം ഇന്നലെ മുന്നോട്ട് വെച്ച ഒരു നിബന്ധനയായി പുറത്തു വന്ന വിവരം, ഈ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അവിടെ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഉണ്ടാകരുത് എന്നത് ഒരു ആവശ്യമായി അവർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? തീർച്ചയായും ദീപാദാസ് മുൻഷി KPCC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ സാന്നിധ്യം അവിടെ ഇല്ല. അതായത് MLA-മാരെ വെവ്വേറെ കാണുന്നതിൽ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ നൽകിയ വിവരങ്ങളടക്കം സ്ഥിരീകരിക്കുന്നുണ്ട് ചാണ്ടി ഉമ്മൻ. അതായത് ഓരോ MLA-മാരെയും വെവ്വേറെ കണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ആ വിവരം കൃത്യമായി ക്രോഡീകരിക്കുകയാണ്. ആരെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് ഈ MLA-മാരിൽ നിന്ന് AICC നിരീക്ഷകർ തേടുന്ന പ്രധാനപ്പെട്ട വിവരം. നേരത്തെ ഞാൻ നിർത്തിയൊരു കാര്യമുണ്ട് GK, അതായത് VD സതീശൻ ഈ സമയം എടുക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ
ചോദ്യങ്ങളിൽ ഒന്നാണത്. അത് എത്രത്തോളം ACC നിരീക്ഷകരെ സ്വാധീനിക്കും, ഹൈക്കമാൻഡിനെ സ്വാധീനിക്കും എന്നുള്ളിടത്താണ് ഈ മുഖ്യമന്ത്രി പദം എന്നുള്ള ഈ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര അത് VD-ക്കാണോ KC-ക്കാണോ എന്ന് തീരുമാനിക്കുന്നത് ആ നിലപാടിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമായിരിക്കും. അതിങ്ങനെ തന്നെയാണ്. കൃത്യമായി ഇതിൽ ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം കേൾക്കണം. MLA-മാരെ മാത്രം കേട്ടാൽ പോരാ, പൊതുവികാരം മാനിക്കണം. UDF-ന് ഒന്നാകെയുള്ള അഭിപ്രായം കേൾക്കണം, പൊതുവികാരം മാനിക്കണമെന്ന് VD സതീശൻ നിലപാടെടുക്കുന്നു. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിച്ചില്ല എങ്കിൽ ക്യാബിനറ്റിലേക്ക് തന്നെ ഇല്ല, അതായത് മന്ത്രിസഭയിലേക്ക് തന്നെ ഇല്ല എന്ന നിലപാടെടുക്കുന്നു VD സതീശൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മിനിറ്റ് അലക്സ്, ഒരു പ്രധാനപ്പെട്ട വിവരം അറിയാനുള്ളത് ഈ MLA-മാരെ മുഴുവനും കണ്ടു കഴിഞ്ഞു. മാത്രമല്ല ഈ നിയമസഭാ കക്ഷി യോഗം പൂർത്തിയായോ, കഴിഞ്ഞോ? അത് കഴിഞ്ഞിറങ്ങിയതാണോ ചാണ്ടിയുമ്മൻ? കഴിഞ്ഞിട്ടില്ല, അത് പൂർത്തിയായിട്ടില്ല. ഓരോ MLA-മാരെ വെവ്വേറെ കാണുകയാണ്. ചാണ്ടിയുമ്മൻ വേറെ ഏതൊരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഊഴം അവസാനിച്ച ഉടനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തി പോയത്. മനസ്സിലാക്കുന്ന ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഇതിന് വേണ്ടിവരും എന്നുള്ളതാണ്, ഈ പ്രക്രിയയ്ക്ക് വേണ്ടിവരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. 63 MLA-മാരുണ്ട്, അവരെ കേൾക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല മനസ്സിലാക്കുന്നത് അവർ എഴുതി നൽകണം എന്നുള്ളതാണ്. 3 പേരുകൾ, അതായത് പ്രയോറിറ്റി അനുസരിച്ച്, മുൻഗണന അനുസരിച്ച് അവർ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്ന നേതാവിന്റെ പേരുകൾ എഴുതി നൽകണം. അതിന്റെ കാരണം കൂടി എഴുതി നൽകണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായ ഒരു 3 മണിക്കൂറെങ്കിലും അതിന് സമയം വേണ്ടിവരും. അതിനുശേഷവും ചില യോഗങ്ങൾ തുടരും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു VD സതീശനെ പിന്തുണയ്ക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പരസ്യമായി പറഞ്ഞതാണ്. പട നയിച്ചവൻ നയിക്കട്ടെ എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. ആ നിലപാട് ഇന്ന് ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഇന്ന് ACC നിരീക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം ഉച്ചയ്ക്ക് ശേഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികളെ കൂടി കേൾക്കും, അതായത് നേരിട്ട് കണ്ട് കേൾക്കാൻ പറ്റുന്ന ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കും. അതല്ലാത്തവരെ ഫോണിൽ ബന്ധപ്പെട്ട് കൂടി കേൾക്കും. അതിനിടയ്ക്ക് മുതിർന്ന നേതാക്കൾ, മറ്റുള്ള AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കാണാൻ സാധിച്ചാൽ അത് കാണും. ഇന്നലെ ഒരു വട്ടം കണ്ടിരുന്നു, ഇന്ന് കാണാൻ സാധിച്ചാൽ കൂടുതൽ കാണുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. MP-മാരടക്കമുള്ള നേതാക്കൾ ഇന്ന് ഈ നിരീക്ഷകരെ അവർ താമസിക്കുന്ന ഹോട്ടലിലെത്തി കണ്ട് അവരുടെ പിന്തുണ അറിയിച്ചിരുന്നു. സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട ഒരു കത്ത് പോലും ACC നിരീക്ഷകർക്ക് നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടു പിന്നാലെ ബെന്നി ബെഹനാൻ MLA, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ MK രാഘവൻ അടക്കമുള്ള MP-മാർ അവർ പൂർണ്ണമായി KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നു. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു. ഹൈബി ഈഡൻ VD സതീശനൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ആ തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞ് അവരുടെ നേതാക്കൾക്കുള്ള പിന്തുണ അറിയിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി ഈ പാർലമെന്ററി പാർട്ടി യോഗം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ടിലേക്ക് എത്തുക. റിപ്പോർട്ട് എന്താണെങ്കിലും ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും പൂർത്തിയാവുക. ഇന്ന് രാത്രിയോടുകൂടി ACC നിരീക്ഷകർ ഇവിടുത്തെ പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം VD സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. അവരുടെ അഭിപ്രായം അവിടെ വെച്ച് ഹൈക്കമാൻഡ് കേൾക്കും. സ്വാഭാവികമായി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിരിക്കും. മറ്റു പേരുകാരെ വിളിച്ച് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഡൽഹിയിൽ വെച്ച് ഹൈക്കമാൻഡ് സ്വീകരിക്കും. അലക്സ്, ഏതായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഇപ്പോഴും കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം അവിടെ ഇന്ദിരാഭവനിൽ തുടരുകയാണ്. ആ യോഗം കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ചാണ്ടിയുമ്മൻ പുറത്തേക്കിറങ്ങിയതാണ് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി. അതിനുശേഷം ഇനി MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് ആ റിപ്പോർട്ടുമായിട്ടാണ് ഈ AICC-യുടെ നിരീക്ഷക സംഘം ഇന്ന് തിരികെ ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം MLA-മാരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ ശേഷം പിന്നീട് അനുനയത്തിന്റെ നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക. ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇത് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന 3 മുതിർന്ന നേതാക്കളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ AICC നിരീക്ഷക സംഘത്തെ ഈ പ്രോസസ്സ് കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടോ? MLA-മാരുടെ മാത്രം അഭിപ്രായം കേട്ട് അതിനോടൊപ്പം ഘടകകക്ഷികളുടെ കൂടി ആശയവിനിമയം നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ? ഇത് 3 നേതാക്കന്മാരുടെ പേരുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ പല പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ഇത്തരത്തിലുള്ള MLA-മാരുടെ അവരുടെ ഹിതമെന്താണെന്ന് അറിയുകയും ചെയ്യുന്നത് ഒരു സാധാരണ നടപടിക്രമമാണ്. ഇത്തവണ മുൻകാലങ്ങളിലെ പോലെ കാര്യമായിട്ടുള്ള ഒരു തർക്കവിതർക്കങ്ങളോ ചൂടേറിയ മറ്റ് പുറത്തുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. എന്നാൽ 3 പേരും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കാര്യവും വളരെ വ്യക്തമാണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇവരെല്ലാം 3 പേരും മുഖ്യമന്ത്രിയാകാനുള്ള ഉറച്ച നീക്കത്തിലാണ്. അവർ അതിനുള്ള കരുനീക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. MLA-മാരുടെ അഭിപ്രായം എന്താണ് എന്നറിയാനുള്ള നടപടികളാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് MLA-മാരെ കാണുന്നത്. ചാണ്ടിയുമ്മൻ ഹൈക്കമാൻഡ് നിരീക്ഷകരായ
മുകുൾ വാസ്നിക്കിനെയും അജയ് മാക്കനെയും കണ്ടു കഴിഞ്ഞു. തന്റെ നിലപാട്, തന്റെ അഭിപ്രായം എന്താണെന്ന കാര്യം തന്റെ നേതൃത്വത്തെ അറിയിച്ചു. ഇനി അവർ തീരുമാനമെടുക്കട്ടെ. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമായിരിക്കും ഇനി ഉണ്ടാകാനിരിക്കുന്നത്. നേരത്തെ അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ ഘടകകക്ഷികളുമായും പ്രധാനപ്പെട്ട നേതാക്കളുമായും MLA-മാരുടെ അഭിപ്രായവുമെല്ലാം അറിഞ്ഞ ശേഷം ഡൽഹിയിലെത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറുക എന്ന ജോലി പ്രക്രിയ മാത്രമാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർക്കുള്ളത്. അവർക്ക് ഇക്കാര്യത്തിൽ സവിശേഷമായ മറ്റെന്തെങ്കിലും പങ്കുവഹിക്കാനില്ല. അവർ നിരീക്ഷകരായി എത്തി ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ പൊതു തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് മാത്രമാണ്. എന്നാൽ നിയമസഭാ കക്ഷി നേതാവിനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നത് കോൺഗ്രസിന്റെ പരിപൂർണമായ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടന്നുള്ള തീരുമാനങ്ങളെ ഒന്ന് സ്വാധീനിക്കാൻ ഘടകകക്ഷികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. MLA-മാരുടെ പിന്തുണ ആർക്കാണോ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച്, ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് അത്ര വലിയ അല്ലെങ്കിൽ ഒരു പുതുമയുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഇതുപോലെ ക്ലെയിമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത് KC വേണുഗോപാലിനെ അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് മത്സരിച്ച് ജയിക്കണം. പിന്നെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഉണ്ടാകണം. അപ്പോൾ ജനത്തിന്റെ പിന്തുണ അല്ലെങ്കിൽ ജനവികാരം VD സതീശന് അനുകൂലമാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ഉണ്ടാകാൻ ഇടയുള്ള തിരിച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചല്ലേ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയൂ. അത്തരമൊരു സങ്കീർണ സാഹചര്യം ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലും ഈ വന്നിരിക്കുന്ന നിരീക്ഷകരുടെ മുന്നിലും ഇല്ലേ? സ്ഥാനത്തേക്ക് വരുന്നതിനുള്ള ഒരു തടസ്സം ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതുകൊണ്ട് നിലവിലുള്ള ഏതെങ്കിലും MLA അദ്ദേഹത്തിന് വേണ്ടി രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കുന്ന MLA പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിച്ച് 6 മാസത്തിനകം ജയിച്ചു വരണം. എന്നാൽ മാത്രമേ നിയമസഭാംഗത്വം അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വേണ്ടിവരികയും ചെയ്യും. ഈ കാര്യങ്ങളാണ് KC വേണുഗോപാലിന് മുന്നിലുള്ള ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത്. എന്നാൽ KC വേണുഗോപാലിനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും ഇതൊരു പ്രശ്നമല്ല, തങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നതാണ് അവർ പറയുന്ന കാര്യം. എന്നാൽ VD സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും ഈ ഉപതെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളതാണ്. MLA-മാർ ഭൂരിപക്ഷം തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് KC വേണുഗോപാലിനാണ് പ്രാമുഖ്യമെങ്കിൽ, ഭൂരിപക്ഷം ലഭിക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിനെ ലംഘിച്ച് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിന് കഴിയാതെ വരും. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നടക്കമുള്ള നിരീക്ഷകരുടെയും മറ്റും റിപ്പോർട്ടിൽ കടന്നു വരുന്ന കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കാനും ഹൈക്കമാൻഡ് കഴിയില്ല. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയുക. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന് മുന്നിൽ നിന്ന്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. ഇപ്പോൾ ആരായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വരാൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത്, കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിലുള്ള ഒരു തർക്കവും അതോടൊപ്പം തന്നെ അവ്യക്തതയും നിലനിൽക്കുന്നു. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളിലേക്ക് നിരീക്ഷകർ കടക്കുകയാണ്. MLA-മാർ ഒറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടി ആ റിപ്പോർട്ടായിരിക്കും ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. അതിനുശേഷമാണ് തീരുമാനമുണ്ടാവുക. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും കേരളം ആര് ഭരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ കുറെ കൂടി സങ്കീർണമായി മാറുന്നു. ആർ ശ്രീജിത്ത്, അലക്സ് റാം മുഹമ്മദ് എന്നീ ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.